വാട്ട്സ് ബോയ്സും ഗേൾസും ആണെന്ന് വിചാരിക്കുന്ന ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ എറണാകുളം പോയിട്ട് ഊബറിൻ്റെ വീഡിയോ ചെയ്യാൻ പോവുകയാണ്. ഇന്നലെ രാത്രി ഫുള്ളും മഴയായതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എറണാകുളത്ത് വെള്ളം ഉണ്ടോ ഇല്ലയെന്ന്. എന്തായാലും ഇലക്ട്രിക് വെഹിക്കിളാണ്, നമുക്ക് പറ്റുമായിരിക്കും. എനിക്ക് വേറെ ദിവസത്തേക്ക് നീട്ടാൻ പറ്റത്തില്ല തന്നെയാണ് ഇത്. അതുകൊണ്ട് നമ്മൾ പോകുക. എന്താണ് കോക്കോ ചെയ്തുകൊണ്ടിരിക്കുക. അവരെ 3 പേരെ അകത്ത് വെച്ചിരിക്കുക മഴയായതുകൊണ്ട്. 2 പേരെ പുറത്ത് വെച്ചിട്ടുണ്ടോ നോക്കി. ഇത് ജെൻഡർ റിവീൽ ചെയ്യാത്തവനും പിന്നെ അതും. അത് കുറച്ചൊക്കെ ചീറ്റിംഗ് ആണ് സത്യം പറയുകയാണെങ്കിൽ. അമ്മ വെച്ചിരിക്കുന്നത് അവന് സ്ക്രീൻ സ്പേസ് വേണം. അവൻ സ്ക്രീൻ സ്പേസ് കഴിഞ്ഞിട്ടേ കാര്യമുള്ളൂ. ചെയ്യാനാ. അപ്പം നമുക്ക് എറണാകുളം ഇപ്പോൾ തന്നെ ഇറങ്ങണം. എഡിറ്റർ വന്നിട്ടുണ്ട് ഓൾറെഡി. എഡിറ്റർ അവിടെ നിന്ന് പത്തനംതിട്ടയിൽ നിന്നൊക്കെ ഫുള്ളും ബ്ലോക്കാണ്. അവിടെ നിന്ന് വരാൻ പോലും പറ്റുന്നില്ല. നീ നീന്തിയല്ലേ വന്നത്? നിന്റെ അവിടെ ഫുള്ള് വെള്ളമായിരുന്നല്ലോ. നിന്റെ അത്ര നീന്തി അവൻ നീന്തി കാണുന്നില്ല. അവൻ ട്രെയിനിലാണ് വന്നത്. ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് വേറെ ഒന്നും വണ്ടികളൊന്നും കിട്ടുന്നില്ല പത്തനംതിട്ടയിൽ നിന്ന്. ഇവനാണ് നീന്തിയ വന്നത്. വണ്ടിയും തള്ളിക്കൊണ്ട് വീഡിയോ നീ അയക്കി ഞാൻ കാണിച്ചു കൊടുക്കാറ്. ഇവിടെ മുട്ടിന്റെ അവിടം വരെ ഉണ്ട് വെള്ളം. കാണാൻ പറ്റുമോന്ന് അറിയില്ല. ഇല്ല, കാണാൻ പറ്റത്തില്ല. ബോയ്സ് ആൻഡ് ഗേൾസ്, നമ്മൾ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ന് ഒരു 24 മണിക്കൂർ കൊണ്ട് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ 24 മണിക്കൂർ കൊണ്ട് പിന്നെ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് 5 മണിക്കൂർ ചാർജും ചെയ്യണം. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു 3 പ്രാവശ്യമെങ്കിലും ചാർജ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ 15 മണിക്കൂർ ഇനിയും കൂടും 24ൻ്റെ കൂടെ. അപ്പോൾ നാളെയൊക്കെ നമ്മൾ തിരിച്ചു വരത്തുള്ളൂ. നാളെ വൈകുന്നേരം. നിനക്ക് നാളെ ഫ്രീ ആണോ? നീ അതുകൊണ്ട് ഫ്രീ ആണല്ലേ. അപ്പം ബ്രോ എനിക്ക് ഫുൾ വണ്ടി ചാർജ് ചെയ്ത് തന്നിട്ടുണ്ട് രാവിലെ തന്നെ. കഴുകുകയും ചെയ്താ തുടച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എടപ്പള്ളി ആ ഭാഗത്തോട്ട് പോകണം. അവിടെ നമ്മുടെ എഡിറ്റർ വരും. അവനായിട്ട് പിന്നെ നമുക്ക് കൊച്ചി എത്തിയിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നാളെ ഏകദേശം ഒരു 15 മണിക്കൂറിൻ്റെ ഇല്ലേ, ഒരു ഉച്ച വൈകുന്നേരം ആവും ഇപ്പോൾ വരാൻ ഞാൻ. അപ്പോൾ ഇതിപ്പോൾ പോവാം കേട്ടോ. കന്നിയോട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2ാമത് തൊട്ടാ. നീ ഇരുന്ന് പുറയിൽ. ഞാൻ പിന്നെ അത് കയറിക്കേണ്ട സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇല്ലെന്നാണ് പിന്നെ മനസ്സിലാവുന്നത്. അപ്പോൾ ചേട്ടന് നാളെ വൈകുന്നേരമൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഓട്ടോ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മൾ കാറ് ചേട്ടൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ബ്രേക്ക് കുറച്ച് കുറവാണ് കേട്ടോ. ഇത് ബ്രോ പറഞ്ഞാൽ തുടക്കത്തിൽ ഫുൾ ചാർജ് ഉള്ളപ്പം ബ്രേക്ക് കുറച്ച് കുറവായിരിക്കും. അതിപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ല ഫ്രണ്ട് ഈ ബ്രേക്ക് റീജനറേറ്റീവ് ബ്രേക്ക് വർക്ക് ചെയ്യത്തില്ല ഫുൾ ചാർജ് ആണെങ്കിൽ. 10 കിലോമീറ്റർ ഉണ്ട് ഇനി എടപ്പള്ളി വരെ എത്താൻ വേണ്ടി തന്നെ. ഇന്ന് വേറെ രസമായിരിക്കും. എനിക്കൊരു കൊച്ചി രാജാവ് വൈബ് അടിക്കുന്നു. കൊച്ചി വരെ എത്തട്ടെ. ഞാൻ മുമ്പിലോട്ട് നല്ല ട്രാഫിക് ഉണ്ട്. ഇതെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തേണ്ടി വരും. കുഴിക്കകത്ത് വേറൊരു ഫീലാണ് ദൈവമേ ഇത്. കുഴിക്കകത്ത് എന്നെ അല്ലെങ്കിൽ ഞാൻ 3 മണിക്കൂർ കണ്ട് ഉറങ്ങിയിട്ടും ഉള്ളായിരുന്നു. ഇതെന്റെ 3 മണിക്കൂറാ? അതെ, 3 മണിക്കൂർ. മിക്കവാറും പണിയാവും കേട്ടോ. പണിയാവും. 24 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണം. ചിലപ്പോൾ ഒരു 3-4 മണിക്കൂർ ബ്രേക്ക് കിട്ടി ചാർജ് ചെയ്യാൻ ഇടുമ്പോൾ. ബോയ്സ്, ഞാൻ ഇപ്പോൾ എറണാകുളം എത്തിയിട്ടാ. എഡിറ്ററിനെ വിളിക്കാൻ ജോസഫ് പോയിട്ടുണ്ട്. അവനിപ്പോൾ എന്തായാലും എത്തും. വരുന്നേം പോകുന്ന എല്ലാ ആൾക്കാരും എന്നെ നോക്കിയിട്ട് നോക്കി പോകുന്നത്. അവർക്ക് കൺഫ്യൂഷൻ. ഒന്നെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബൊക്കെ നിർത്തി, അല്ലെങ്കിൽ യൂട്യൂബിന് വരുമാനം ഇല്ല, ഇപ്പോൾ ഓട്ടോ ഓടിക്കൽ തുടങ്ങിയതൊക്കെ ആയിരിക്കും. അറിയില്ല. എന്തായാലും വരുന്നവരും പോകുന്ന ഇങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുക. ബോയ്സ്, അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറയൊക്കെ മൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഏകദേശം ആൾക്കാരെ കിട്ടുമെന്ന് തോന്നുന്നു. ഇനി അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്യാമറ വരാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ ഫേസ് ഒക്കെ ബ്ലർ ചെയ്യും. എന്നാലും ഇവിടുന്ന് മാറി നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോവാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അതൊക്കെ ടെൻഷൻ അടിക്കണ്ട. എല്ലാം നോമിന്റെ കയ്യിലാണ്. നമുക്ക് എന്തായാലും പോവാൻ. ബോയ്സ്, സ്പീഡൊക്കെ കൂട്ടട്ടെ. ഞാനിപ്പോ ജോലി മാറിയെന്നേ. ഞാൻ പെട്ടെന്ന് എത്തിച്ചേരും നിങ്ങളെ വീട്ടില്. അതാണ് എന്റെ ഇത്. ഇന്നലെ ആയിരുന്നു കുറച്ച് 10 മിനിറ്റ് ലേറ്റ്. ഇനി മുതൽ 10 മിനിറ്റ് നേരത്തെ എത്തിക്കും ഞാൻ. റേസ് മോഡ്. കൈയൊക്കെ കാണിക്കുന്നതിന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ വന്നോണ്ടിരിക്കുമല്ലേ. പിന്നെ എനിക്ക് റൈറ്റ് ഓഫ് വേ ഉണ്ട്. അയാൾ സമയം എടുക്കണം. ഓട്ടോ ഓടിക്കുന്നതുകൊണ്ട് ഇനി ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് പിടിക്കണം. ഞാൻ ഓട്ടോക്കാരൻ നാല് വന്ന പേസുകാരൻ ദാസുകാരണ്ടാ. ബോയ്സ്, ദൈവമേ, കഴിഞ്ഞ 6 മണിക്കൂറായിട്ട് 1 ഓട്ടോ ആണ്. അടിയോടടിന്ന് വെച്ചാൽ വെറും അടി മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. എന്ന് വെച്ചാൽ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക്. അവിടുന്ന് എല്ലാം ഓരോ സ്ഥലത്ത് നിന്ന് വെച്ചാൽ എനിക്ക് ദൈവം നിർത്താതെ ഓടിക്കൊണ്ടിരിക്കും 6 മണിക്കൂറായിട്ട്. ക്യാമറ ആയിട്ട് വരും. അർജുൻ ബ്രോ അടിച്ച് മിനിച്ച് പോകും. ഇത് തന്നെ നടക്കുന്നത്. അർജുൻ ബ്രോയെ തപ്പി നമ്മൾ എറണാകുളം മൊത്തം ചുറ്റും. ഇതാണ് നടക്കുന്നത്. 24 hours എന്ന് വെച്ചാൽ മോനെ എനിക്ക് തുറക്കാത്തോണ്ട് തല പൊളിയും. എന്നാലും സെറ്റാ.
ഇവർ സ്കൂട്ടി ഓടിച്ച് അവശരായി. ഞാനിപ്പോൾ വണ്ടി ഓടിച്ച് അവശരായില്ല, എന്നാലും ഞാനതിപ്പോൾ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടിരിക്കുക. ഒരു 4 മണിക്കൂറിന് ചാർജിങ് ടൈം ഉണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ തിരിച്ച് കാറിലോട്ടെത്തി കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കാം. കാറൊക്കെ എങ്ങനെ ഇവിടെ എത്തി കേട്ടോ, ഇവന്മാർ കൊണ്ടുവന്ന് കിടക്കാൻ വേണ്ടി കൊണ്ടുവന്ന്. അപ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്യാം ഇവിടെ എന്തായാലും. വേണ്ട, വണ്ടി ഞാൻ ചാർജിന് ഇട്ടിരിക്കുകയാണ്. കുറേയേറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. 0.81 kWh ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ ചത്തിരിക്കുക. ഇനി ഞാൻ പോയി ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. എനിക്ക് ജിമ്മ് മിസ്സായതിൻ്റെ കുറച്ച് ദുഃഖമുണ്ട്. ഞാൻ നല്ലതായിട്ട് തന്നെ ഡയറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ഡയറ്റ് ഇപ്പോഴും കറക്റ്റാണ്, പക്ഷേ ജിമ്മ് മിസ്സായി ഇപ്പോൾ 2 ദിവസം. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകുമായിരുന്നു. പക്ഷെ അതിന് മുമ്പേ നമ്മളൊന്ന് ജോൾസിനെ കണ്ടിട്ട് വരുന്നു. ജോൾസിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, മറ്റേ ലാസ്റ്റ് ഫോൾ അസ്ലീപ് വീഡിയോക്കകത്ത് പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള സബ്സ്ക്രൈബർ. അപ്പം അവളുടെ വീട്ടിൻ്റെ പരിസരത്താണ്, വീട്ടിലെ കോളേജിൻ്റെ വീടിൻ്റെ എവിടെയോ ഒരു പരിസരത്താണ്. അങ്ങോട്ട് പോയി അതിനിടയ്ക്കോട്ട് എനിക്ക് അതിന്റെ ബാക്കിൽ കൂടെ പിന്നാമ്പുറത്തോടെ ഒരു വഴി കണ്ടെന്തോ. ബോയ്സ് അവളെത്തിയെന്ന് തോന്നുന്നു കേട്ടോ, നമുക്ക് ഇറങ്ങി പോവാം. റെയിൻകോട്ട് ഇട്ടിട്ട് ഫ്രണ്ടിൽ കൂടെ ആയിരിക്കും. എന്താ അർജുൻ ബ്രോ ഒന്ന് ചിന്തിക്കണം. നേരെ വഴി സർപ്രൈസ് കൊടുത്താൽ പോരെ? അല്ല, അവൾ ഇങ്ങനെ വരും, അവിടെ ചെന്നിട്ട് സർപ്രൈസ് കൊടുക്കണം. സ്റ്റോറിനകത്തോട്ട് കയറി ചെന്ന് അവളെന്ന് ഇവിടെ വണ്ടി ഇവിടെ വെക്കാൻ അവിടെ അല്ലേ പാർക്കിങ്. ഇവിടെ ഉണ്ടല്ലോ പാർക്കിങ്. ഇവിടെ പാർക്കിങ് ഡാനിയലിന്റെ സ്റ്റോർ ഇവിടെ അല്ലേ? സ്വന്തം കടയല്ലേ ഡാനിയലിന്റെ പാർക്കിംഗ് അവിടെ അല്ലേ? അയ്യോ, അവനൊരു നോട്ടം നോക്കി. ആരെ നോക്കിയെന്ന്? അർജുൻ ബ്രോയെ നോക്കി. അല്ല പച്ചയാ? ഓ, നമ്മളെ ടിൻഡഡ് അല്ലേ, കാണത്തില്ല. ഇല്ല പറയണ്ടേ എന്താ ഇത്? നമ്മുടെ പ്രീമിയം കാറാ. 2 ദിവസമായിട്ട് ഉറക്കം എത്തിയിട്ടില്ല. അങ്ങോട്ട് തിരിച്ചു വരുന്നേ, അങ്ങോട്ട് നോക്കരുത്. നമുക്ക് അറിയത്തില്ല ഡാനിൽ എവിടെയാണെന്ന്. അവർക്ക് അറിയത്തില്ല. ആ ഗ്രീനിൽ നിൽക്കുന്ന പെൺകൊച്ച നമ്മളെ മോസ്റ്റ്ലി കാണത്തില്ല, പ്രതീക്ഷിക്കുന്നില്ല. ദേഹത്തോട്ട് എത്തി നോക്കുന്നു. അകത്ത് പോയി സർപ്രൈസ് ചെയ്യുക, അകത്ത് പോയി സർപ്രൈസ്. ഒന്നും കാണത്തില്ലടാ. നമ്മുടെ വണ്ടി കണ്ട മനസ്സിലാകത്തില്ല. ഇല്ലടേ, പ്രോങ്സ് എത്ര പ്രോങ്സ് ഉണ്ട് എന്നും പറഞ്ഞു. നമ്മുടെ 04 എത്ര ഉണ്ട് ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്താ ഇല്ലാത്തത്? സർപ്രൈസ് ചെയ്തിട്ട് വരാം നമുക്ക്. മൈക്ക് കുത്തി അകത്തോട്ട് പോയി സർപ്രൈസ് ചെയ്യാന്ന് വിചാരിച്ചാ. മൈക്ക് ഓണായില്ല, ഒന്നും ഓണായില്ല. മിന്നുന്നതെല്ലാം പൊന്നൽ. ഫ്രണ്ട്സിന് നെഗ്ഗോല്ലാം അടിച്ചാ? ഫ്രണ്ട്സ് ഒക്കെ സോണോട്ടായിരിക്കുക. ലാസ്റ്റ് ഞാൻ സർപ്രൈസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഞാൻ വരാൻ പറ്റിയില്ല. വരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. അപ്പൊ ഇവളോട് ഒന്ന് മോങ്ങെന്നൊക്കെ കേട്ടല്ലേ, കരഞ്ഞെന്നൊക്കെ കേട്ട്. എന്താ, അതുകൊണ്ട് നമ്മൾ പിന്നെയും വന്നു. ഒരാവശ്യമില്ലാതെ എക്സ്ട്രാ ഒരു 1.5 മണിക്കൂറിന്റെ യാത്ര. അത് ഇങ്ങോട്ട് വരുന്ന എന്തോ ഒടുക്കത്തെ സമയം എടുക്കുന്ന ഒരു യാത്രയാണ്. അങ്ങനത്തെ ഒരു റോഡ്. വെറുതെ 20-30 കിലോമീറ്റർ ഉള്ളു 1.5 മണിക്കൂറിന്ന്. എന്ത് like I'll introduce Jolsna to you. Otherwise, like Jolsna will introduce herself. I'm Jolsna from Kozhikode, studying here in Ernakulam. You got to know like Jolsna in like 3 words. No, she's just a student studying here some random degree. Like when you ask someone like what, say something about yourself. Like if they start with like my name is Jolsna and I study here and I'm 19 years old or whatever. Plus 2. And I got like 86 point in plus 2. It's basically they don't have a life. That's what it means. Waste of life. Oh, see. Bro, introduce yourself. Okay, we're gonna introduce our MP. Boys, I'm Philadelphia. അതല്ല, അവന് മനസ്സിലായി. ഞാൻ ഇത്ര കണ്ണൊക്കെ അടഞ്ഞു നോക്കൊണ്ടിരിക്കുക. എൻ്റെ ഉറക്കം ശരിയായിട്ട് 2 ദിവസമായിട്ട്. എന്നിട്ട് ഞാൻ മോനെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ആവശ്യം ഒരു ദിവസം പറയും നിങ്ങൾ ഇത്രയും വ്ളോഗ് വേണ്ടെന്ന് പോലും. You are saying something about yourself, no? What happened to your nose? എനിക്കറിയില്ല, ഞാനൊരു ഓയിൻമെന്റ് തേച്ചതാ. പക്ഷെ രാവിലെ എണീക്കുമ്പോഴെന്തോ പാട്. ഇതെന്തോ അരിച്ചതാണോ? പിന്നെ ഞാൻ മാന്തിയല്ല. ബോയ്സ്, ഞാൻ അവിടുന്ന് ഒരു കാശിനും കൊള്ളാത്തൊരു ചവായ കഴിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഡാമിൻ്റെ അടുത്തെത്തി. ഞാൻ കുറേ ഡാമിൻ്റെ സൈഡിൽ കൂടി പോയെങ്കിലും ഞാൻ അങ്ങനെ ഡാം അങ്ങനെ പോയി കാണാറൊന്നുമില്ല. സമയം കിട്ടാറില്ല, വേറെ കാര്യം. ഇതെല്ലാം തുറന്നിട്ടിരിക്കുകയാണ് മഴ കാരണം. നല്ല മഴയാ ഇവിടെ, പുറത്തിറങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. തട്ടേക്കാട് പോയാൽ മതിയല്ലേ? തട്ടേക്കാടിൽ മഴയില്ല പിന്നെ. ഉണ്ട്, പക്ഷെ അത് കാണാൻ നല്ല രസം. ഇങ്ങനെ നിറച്ചു പോയില്ല. എടുക്കാം. എവിടെ ഫിഷിങ് ചെയ്യുന്നുണ്ട്? വല്ലതും കിട്ടുന്നുണ്ടോ? ആവോ
അവള് പറയുന്ന അവിടെ മീൻ കിടന്ന് പിടയ്ക്കുന്ന നമുക്ക് കാണാം. എനിക്കൊന്നും കാണുന്നില്ല. എനിക്കും പ്രായമായെന്തോ. അവന്മാരൊക്കെ വണ്ടിക്കകത്തോട്ട് കയറി കേട്ടോ. ഞാൻ കുറച്ച് നേരം ഇവിടെ നിൽക്കുക. എനിക്ക് മഴയത്ത് നിൽക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം മഴ കൊടുക്കാത്ത കൂടുതലായതുകൊണ്ട് ഒരു സീൻ എന്നുവെച്ചാൽ അത് അതിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലൈനില്ല, സെയിം ലെവലിൽ നിൽക്കുന്നുണ്ട് വെള്ളം. കുറച്ചൊരു താഴത്തോട്ടല്ലേ കിടക്കേണ്ടത് ഇതൊക്കെ, ഈ വെള്ളം രണ്ടും ഒരേ ലെവലിൽ കണ്ട. ബോയ്സ് ജോൾസിന് നമ്മളിങ്ങനെ ചുറ്റുപാടൊക്കെ കാണിക്കുകയാണ്. ഒരു മിനി സ്വിറ്റ്സർലൻഡൊക്കെ ഉണ്ടെന്ന്. അതേ പറഞ്ഞാൽ എനിക്ക് സ്വിറ്റ്സർലൻഡിൽ പോയാൽ മതി, എന്നാലും കുഴപ്പമില്ല. മിനി നോക്കേ. അതാണ് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഒരു അടിപൊളി മന്തി കഴിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അടിപൊളിയായിരുന്നു. അപ്പൊ കഴിച്ചോണ്ടിരിക്കുമ്പോ അറിയാം എങ്ങനെ ഇറങ്ങി പോകുന്നത്. മിനി സ്വിറ്റ്സർലൻഡ്. സ്ഥലം വന്ന് മേടിക്കുന്ന എവിടെ? ഹായ്, എല്ലാ സ്ഥലത്തും വെള്ളം വരുവാണല്ലോ. അപ്പൊ ഇതാണ് മിനി സ്വിറ്റ്സർലൻഡ് എന്ന്. കോടയൊക്കെ ഉണ്ട്. ഈ സ്ഥലം കൊള്ളാം കേട്ടാ. സ്ഥലം നല്ലല്ലേ? ഗോൾഫ്. എടാ സ്വിറ്റ്സർലൻഡിൽ 2 മല അപ്പുറത്തും ഇപ്പുറത്തും കാണും. നല്ല ഹൈറ്റ് കൂടുതലായിരിക്കും. പിന്നെ കുറെ സ്നോ ഒക്കെ കാണും. അതൊന്നും ഇവിടെ ഇല്ല എന്നും പറഞ്ഞ് നമ്മുടെ കേരളത്തിന്റെ അങ്ങനെയാണ് പറഞ്ഞത്. ആ വെള്ളം ചാടിക്കോ. ഞാൻ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറയാം. ആ പെണ്ണിനെ പിടി. ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരിവിടെ. ഇവിടെ ഇത്ര ക്ഷീണിച്ചിട്ട് ഞാൻ വന്നത്, അതേ ഒരു കുഴപ്പമുള്ളൂ. അയ്യോ ചെളിയുണ്ട് കുറെ. മിനി സ്വിറ്റ്സർലൻഡ് പറയുന്നതിനുള്ള റീസൺ എനിക്ക് കുറച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ അവൻ ഓടേണ്ടി വരത്തില്ലടാ അത് ഫുള്ളും. ഓ എന്ത് വേണം നോക്കിയാന്. എന്റെ പാന്റ് കീറിപ്പോവും. തീരാളെ ചാൻസ് ഉണ്ട്. ഞാൻ വല്ലതും അടിക്കുന്നില്ല. ബാസ്കറ്റ് ബോളൊക്കെ ആയിരുന്നു ട്രൈ ചെയ്തേനെ. പിന്നെ നീ വലിച്ചടിക്കാൻ പറയുന്നത്. ഞാൻ അവിടെ തെങ്ങിന് വീഴുന്നുള്ള ചെറിയ ഡൗട്ട് വരുന്നു ഇപ്പൊ എനിക്ക്. ഡൗട്ട് അടിക്കുന്നത്. ഓ ഇത് തന്നെയല്ല മറ്റേ അവിടെയും പോയി ചെയ്തത്. പോസ്റ്റിലടിച്ച് കളിക്കുമായിരുന്നു. ഞാൻ എടുത്തിട്ട് വരാം. ഷൂ നനഞ്ഞ് കോപ്പ്. ഷൂ ഒക്കെ ഫുള്ളും നനഞ്ഞു, കുഴപ്പമില്ല. അവിടെ വെള്ളമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകുന്നു. ഓ ഗോൾ 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 മെസ്സി 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 മെസ്സി. ഓ ഗോൾ 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 അങ്ങനെ മെസ്സി ഗോൾ 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 ഗോൾ. ഓ നീ സീനാണല്ലോ. ഓ ജോസഫ് നീ ഉന്നം വെച്ചറിയോ? നീ ചന്തി വെച്ചടിച്ച് ജോസഫ്. അവൻ ഉന്നം വെച്ച ഓരോ ആൾക്കാർ അടിച്ചു വീഴ്ത്തുക. ഗോലി ഗോലി. നീ വീണോ? വീണ് എല്ലാം കിട്ടിയല്ലേ. ചെളിയാ. ഗോൾ 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 ഗോൾ. പോട്ടെ. അർജുൻ ബ്രോ ആയിരുന്നു വീഴണ്ട, ഞാനല്ല. സ്ഥലം എവിടെയാ? ഞാനൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പൊ കയറിയത് നിന്നെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടല്ലേ. എടാ ഇവനാ മറ്റേ ഒരു ചായ ഇല്ലേ, നമ്മളിപ്പോ ഒരു കടയിൽ പോയപ്പോ ഇവളുടെ കൂട്ടുകാരൻ. അതാണ് ഞാൻ മിസ്റ്റേക്ക് ആയതാ. വെള്ളം പോകുന്നുണ്ട് അവിടെ നിന്ന്. ക്യാമറയുടെ മുമ്പിൽ വന്ന് ഫ്രെയിം കളയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോണ നമുക്ക് വെള്ളത്തിൻ്റെ അങ്ങോട്ട് പോയി നോക്കാമെന്ന്. ഇത് വെള്ളം പൊക്കോണ്ടിരുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ നോക്കി അങ്ങോട്ട്. ബോയ്സ്, അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ നോക്കാതിരുന്നത്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷൻ്റെ കോൾ വരുന്ന ഓരോ പ്രൊമോഷൻ ചെയ്യണം. നമുക്ക് ചില്ല് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. പക്ഷെ എൻ്റെ എഡിറ്റർ കണ്ട ചാടി ഓടി വീഡിയോ ഒക്കെ ചെയ്യുന്നത് അത്രയ്ക്ക് ചില്ലായിട്ട് നടക്കുക. അയ്യേ ആ വെള്ളത്തിലോടൊന്നും ചാടിയേക്ക്. മൈക്ക് താഴെ വെച്ചോട്ടെ ആരൊക്കെ പറയും എനർജി ഇല്ലെന്ന്. അവന് കൊള്ളാം കേട്ടോ. എനിക്ക് എവിടെ ചാടാനാ പറഞ്ഞ പോലെ ആ വെള്ളത്തില്. പിന്നെ ഒഴുകി പോവാനാ ഞാൻ അങ്ങൊക്കെ പോകും ഞാൻ. ഒരു സമയത്ത് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. പക്ഷേ ഡാം എന്തോ പൊട്ടുവാണെങ്കിൽ വരും ഇവിടെ. ഓക്കെ കൊള്ളാം. അങ്ങനല്ലേ ഉദ്ദേശിച്ച ഡാം തുറന്നു വിടുവാണെങ്കിൽ. ആണോ? എന്നിട്ട് ഇത്ര വെള്ളമുള്ളോ? ഓ അപ്പൊ ഇതെന്തോ ഇത് ഡാമിലോട്ടാണോ ഈ വെള്ളം പോകുന്നത്? ഇവിടെ വലിയ മല ഉണ്ടായിരുന്നു കേട്ടാ. നമ്മൾ മല ചേർന്നാണെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഈ മല വെച്ച് കമ്പയർ ചെയ്തത് അവിടോട്ടൊക്കെ നല്ല ഹൈറ്റിലുള്ള മലയുണ്ട്. ഐസില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതപ്പം ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിനക്ക് വല്ലതും പറയാനുണ്ടോ?
ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ അപ്പോൾ I'll see you guys next time. Peace. മറ്റേ മുട്ടയും കാന്താരിയും കഴിച്ചില്ല ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോക്കകത്ത്. ഇവിടെ 12 ഉള്ളൂ. അവിടെ എത്രയായിരുന്നു? 20. കുറച്ച് എരിവുണ്ട് കേട്ടോ.